ശല്യമായി, സിദ്ധന്മാരെ കൊണ്ടൊരു ശല്യമാണ്. എവിടെ നോക്കിയാലും പ്രത്യേകമായിട്ടുള്ള സിദ്ധന്മാർ ഓരോരുത്തരും പലജാതി കുറുക്കുവഴികളും സ്വീകരിച്ചുകൊണ്ട് സിദ്ധന്മാരായി രംഗത്ത് വരികയാണ്. അതിനവർ ജനമധ്യത്തിൽ അവരുടെ ചരക്ക് ചിലവാകാൻ എളുപ്പവഴി എന്താണ്? ഏതെങ്കിലും അറിയപ്പെട്ട ഔലിയാക്കന്മാരെ പറ്റി മധു പറയുക. അത് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഇങ്ങനെ പറയാം. ഉള്ളതും പറയുക, ഇല്ലാത്തതും പറയാം, നുണ കെട്ടി പറയാം. അങ്ങനെ ഔലിയാക്കന്മാരെ മടി ചെയ്തിട്ട് ഔലിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഈമാൻ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കണം, അല്ല നമ്മുടെ റൂഹി പോലെ കാത്തു സംരക്ഷിക്കുന്ന കാര്യമാണ് ഈമാൻ എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ ഒരു ഷെയ്ഖിൻ്റെ ഒരു ആലിമിൻ്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അയാൾ ആരാണ് എന്ന് നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം. അങ്ങനെ അംഗീകൃതരായിട്ടുള്ള ആലിമ്യങ്ങളുടെ ഉപദേശങ്ങളായിരിക്കണം നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ ആത്മീയ ബന്ധം മഹാന്മാരുമായിട്ട് വേണം. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചിരിക്കുന്നവരായിട്ടുള്ള ആളുകൾ, നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ ഇപ്പം നമ്മുടെ കിതാബുകളിലൊക്കെ കാണാം. കാളിമാരൊക്കെ മുജ്തഹിദാകണം, മുത്തലക്ക് മുജ്തഹിദാകണം. ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും നിരുപാധികമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഗവേഷണം ചെയ്തെടുക്കാൻ കഴിയുന്നവരാകണം. കാളിമാർ, ഇമാമിയങ്ങൾ, അതായത് ഖലീഫ രാജഭരണം നടത്തുന്നവർ. ഹിജറ 4 നൂറ്റാണ്ടിന് ശേഷം അങ്ങനെയുള്ള മുത്തലക്ക് മുജ്തഹിദുകളെ കണ്ടിട്ടില്ല എന്ന് പണ്ഡിതന്മാർ പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പിറകോട്ട് പോയിട്ട് മുത്തലക്ക് മുജ്തഹിദ് ജീവിച്ചിരുന്ന കാലത്ത് അംഗീകൃതരായ ആളുകൾ ആരാണെന്ന് നോക്കി. അപ്പം നോക്കുമ്പോൾ മഹാന്മാരായ അയിമത്തുൽ അർബഅത്ത് ലോക പണ്ഡിതരെല്ലാവരും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകളൊക്കെ അംഗീകരിച്ചിട്ടുള്ളത് അവരുടെ മദ്ഹബ് ഏതെങ്കിലും മദ്ഹബ് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ മുറബിയ ഷെയ്ഖിനെ കണ്ടില്ല. മുറബിയ ഷെയ്ഖിനെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ? മുറബിയ ഷെയ്ഖിനെ എൻ്റെ കാലത്തേക്ക് അങ്ങോട്ട് പോകുന്നു. നേരത്തെ പറഞ്ഞവരെ ബഹുമാനപ്പെട്ട ഇബ്നു അത്തല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ഗ്രന്ഥങ്ങൾ നിലനിൽക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു മഹാനവകളുടെ ഗ്രന്ഥങ്ങൾ, ആത്മീയ ഗുരുക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അവിടെ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മളെ ഉപദേശിക്കുന്നു, ശുപാർശ ചെയ്യുന്നു. എന്ത്? ഇഹ്യാ ഉലൂമുദ്ദീൻ വായിക്കാൻ. താലി അഖി, എൻ്റെ പ്രിയ സഹോദര, നീ പാരായണം ചെയ്യുക ഇഹ്യാ ഗസാലി ഇമാമിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥം. ഫീഹി ശിഫാ മിൻ കുല്ലി ദാഇൻ അലല. ഡോക്ടർമാരെ, ആത്മീയ വിശ്വഗ്രന്മാരെ കുഴക്കിയ സകല രോഗത്തിനുള്ള മരുന്നുകളും എന്തിലുണ്ട്? ഇഹ്യാവിലുണ്ട്. പണ്ഡിതന്മാർക്ക്, പാമരന്മാർക്ക്, സാധാരണക്കാർക്ക്, പ്രമാണിമാർക്ക് എല്ലാവർക്കും ആവശ്യമായ സകല മരുന്നുകളും ഇഹ്യാവിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കാണുന്നതിൻ്റെ പിന്നിലൊന്നും പോകേണ്ട ആവശ്യമില്ല. സർവാംഗീകൃതരായിട്ടുള്ള മഹന്മാരായ മുറബിയായ മശായിഖന്മാരുടെ കിതാബുകളുടെ മുമ്പിലുണ്ട്. അത് അർഹരായ ആളുകൾ മുഖേന നമുക്ക് പഠിക്കാവുന്നതാണ്. ഏതായിരുന്നാലും ആത്മീയ ഗുരുക്കന്മാരുമായിട്ട് നമുക്ക് ബന്ധം വേണം. അവരെ കൊണ്ട് ദുആയിരപ്പിക്കണം, ഒക്കെ ചെയ്യണം. നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട ഉമർ ഖാലി ഖദ്ദസല്ലാഹു സിർറഹു ഉമർ ഖാലി എന്ന് പറഞ്ഞാൽ ആരാണ്? ഉമർ ഖാലി വലിയാണെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉമർ ഖാലിയാണ്. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ അവറുകൾ കുതുബ് സമാനാണെന്ന് പറഞ്ഞു തന്നാൾ ആരാണ്? ബഹുമാനപ്പെട്ട ഉമർ ഖാലി തങ്ങൾ അവറുകളാണ്. സർവാംഗീകൃതനായ വലിയ പണ്ഡിതൻ, നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവ് മാത്രമല്ല എന്ന് പറഞ്ഞ ഖാലിൽ ഖുലാദ്, ഒരുപാട് ഖാലിമാരുടെ മുകളിലെ ഏറ്റവും വലിയ മേൽഖാലിയായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഖാലി ഖദ്ദസല്ലാഹു സിർറഹു അവറുകൾ. അങ്ങോരാണ് പറഞ്ഞത്. നമുക്കൊരാളെ വലിയാക്കാൻ അവകാശമില്ല. അയാളെ അല്ലാഹ് വലിയാക്കിയിട്ടില്ലെങ്കിലോ? ഒരാളെപ്പറ്റി എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും സമ്മേളനം വിജയിപ്പിക്കാനോ സംഘടന വിജയിപ്പിക്കാനോ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി ഏതെങ്കിലും വ്യക്തിനെ പിടിച്ച് വലിയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ വിളംബരം ചെയ്യാൻ പറ്റൂല. അവരൊക്കെ അള്ളാഹിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഒലിക്കൽ ആണോ അല്ലെന്നറിയാതെ ഒരാളെ പറ്റി ഒലിയാക്കാൻ പറ്റുകയില്ല. കുട്ടുബാണെന്ന് നമുക്ക് ബോധ്യപ്പെടാത്ത ഒരാളെ പറ്റി കുട്ടുബാക്കാൻ പറ്റുകയില്ല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, വിവരമില്ലാത്തതിനെ പിന്തുടർന്നു പോകരുത്. ഉറപ്പില്ലാത്തതായ ദൃഢജ്ഞാനമില്ലാത്ത കാര്യത്തെ പിന്തുടരരുത്. എന്തുകൊണ്ട്? ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. കർണപടത്തെക്കുറിച്ചും ശ്രവണപടത്തെക്കുറിച്ചും ഹൃദയത്തെക്കുറിച്ചുമൊക്കെ ചോദ്യമുണ്ട് ആഖിറത്തിൽ.
അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ ബഹുമാനപ്പെട്ട കുത്തുബുസ്സമാൻ, ബഹുമാനപ്പെട്ട മമ്പറന്തങ്ങൾ അവர்கள் കുത്തുബാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്താ കാരണം? വലിയായ കറാമത്തിൻ്റെ ഉടമയായ ബഹുമാനപ്പെട്ട ഉമർ ഖാലി തങ്ങൾ പറഞ്ഞു, കുത്തുബുസ്സമാൻ സിറാജുൽ അർളി സയ്യിദുനാ മിൻ ദാരി ദുനിയൻ ഇലാ ദാരിൽ ബഖാഇ ശറാ. ബഹുമാനപ്പെട്ടവരുടെ മർസിയത്തിൽ, മെമ്പറന്തങ്ങളുടെ മർസിയത്തിൽ ഉമർ ഖാലി തങ്ങൾ പറഞ്ഞു, കുത്തുബുസ്സമാനി സിറാജുൽ അർളി സയ്യിദുനാ മിൻ ദാരി ദുനിയൻ ഇലാ ദാരിൽ ബഖാഇ ശറാ. അദ്ദേഹം കുത്തുബുസ്സമാനാണ്, ദുനിയാവിൻ്റെ വിളക്കാണ്, ഭൗതിക ലോകത്തിൽ നിന്ന് ആഖിറത്തിലേക്ക് പോയിരിക്കുകയാണെന്ന് ഉമർ ഖാലി തങ്ങൾ പറഞ്ഞു. അപ്പോൾ കുട്ടമേ അപ്പോൾ ഒരാളെ സംബന്ധിച്ച് വലിയാണെന്ന് ഒന്നിരിക്കൽ എന്താണെന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്ത് കൊണ്ട് തെളിഞ്ഞ വിലായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാന്മാരായിട്ടുള്ള സൂഫി വര്യന്മാരും സൂഫിയുടെ ഗുരുക്കന്മാരുമായിട്ടുള്ള ആളുകൾ, വലിയ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാം. ശരിയായ വിലായത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്ത് ആവുന്നു. ഔലിയാക്കന്മാരുടെ ശില്പശാലയായ ഹിക്കം എന്ന് പറയുന്ന കിതാബിൽ സിക്കന്ദരി ഇബ്നു അത്ലാഹില്ലാഹി സിക്കന്ദരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അങ്ങോട്ട് പറയുന്നു, യഥാർത്ഥമായിട്ടുള്ള വിലായത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിഖാമത്താണ്. എന്താ ഇസ്തിഖാമത്ത്? ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഋജുവായ സരണിയിലൂടെ നീങ്ങുക, നേരായ വാക്ക് പറയുക, നേരായ പ്രവർത്തനം നടത്തുക, നേരായ ചിന്ത നടത്തുക, അങ്ങനെയുള്ള ഇസ്തിഖാമത്ത്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ 5 നേരത്തെ നിസ്കാരത്തിൽ നിർബന്ധമായി 17 പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇസ്തിഖാമത്തിൻ്റെ വഴിയിലാക്കി തരണമെന്ന്. ആ ഇസ്തിഖാമത്ത്, ആർജവം, ഋജുവായ മാർഗത്തിലുള്ള ജീവിതം, അതിനാണ് ആർജവം എന്ന് പറയുന്നത്. അതാണ് ആ ഇസ്തിഖാമത്താണ് യഥാർത്ഥമായിട്ടുള്ള വിലായത്ത്. അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതോ അത്ഭുതങ്ങൾ ആരുടെ കയ്യിൽ നിന്നും ഉണ്ടാകാം. അത്ഭുതങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് ഒരാൾ വലിയാണ് എന്നതിൻ്റെ തെളിവല്ല. അത് തെളിവാകണമെങ്കിൽ എന്താണ്? ഇസ്തിഖാമത്തുള്ള ആളിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് എന്താകുന്ന കറാമത്താകുന്നുള്ളൂ എന്ന മഹാന്മാരായിട്ടുള്ള ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം ചില മഹാന്മാർ പറഞ്ഞു, ഒരാൾ വെള്ളത്തിൻ്റെ മുകളിൽ മുസല്ല ഇട്ട് നിസ്കരിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് കണ്ടു. അതുകൊണ്ടൊന്നും അയാൾ വലിയാണെന്ന് പറഞ്ഞുകൂടാ. അത്ഭുതങ്ങൾ പലർക്കും പല വിധത്തിലും ഉണ്ടാകാം. പല വിധത്തിലുള്ള അത്ഭുതങ്ങളുണ്ട്. ചില അത്ഭുതങ്ങൾക്ക് മഅൂനത്ത് എന്നാണ് പറയുന്നത്. സാധാരണക്കാരായ ഒരാൾ, അത്ര വലിയ സാലിയായ ആളൊന്നുമല്ല, അയാളിൽ നിന്ന് കൈക്ക് ചിലപ്പോൾ അത്ഭുതമുണ്ടാകാം. അയാൾക്കൊരു ഗുരുതരമായ രോഗം വന്നു, ഉദാഹരണമായിട്ടൊരു മാറാത്ത രോഗം, ക്യാൻസർ വന്നു. അയാൾ ആ പാതിര സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹ് രോഗം മാറ്റിക്കൊടുത്തു. അത്ഭുതമാണ്. അതിനെ മഅൂനത്ത് എന്ന് പറയുക, അത് കറാമത്താകുന്നില്ല. മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ചിലപ്പോൾ ഇസ്തിദ്റാജാകാം. അതെന്താ? അള്ളാഹുവിൻ്റെ ശത്രുവായ ആളുടെ ഉദ്ദേശത്തിന് അനുസൃതമായിട്ട് അയാൾ ഒരു അത്ഭുതം, അള്ളാഹു തആല അയാളുടെ കൈക്കൊരു അത്ഭുതം പ്രകടിപ്പിച്ചാൽ അതിന് പറയുന്നത് ഇസ്തിദ്റാജ് എന്നാണ്. അതായത് വരാനിരിക്കുന്ന നമ്മുടെ ശത്രുവായിട്ടുള്ള ദജ്ജാലുണ്ടല്ലോ, 5 വകത്ത് നിസ്കാരത്തിലും ദജ്ജാലിൻ്റെ ഉപദ്രവത്തെ തൊട്ട് നമ്മളെ രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനെ രക്ഷ ചോദിക്കുന്നത്? ദജ്ജാൽ വന്നിട്ടില്ലല്ലോ, വരാനായിട്ടില്ലല്ലോ, അതിൻ്റെ മുമ്പ് വല്ല രക്ഷണങ്ങളും പുലരാനുണ്ടല്ലോ. പിന്നെ ജീവിച്ചിരിക്കുന്ന നമ്മൾ എന്തിനാണ് ശാപത്തിൻ്റെ കാലം തൊട്ട് ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട് രക്ഷ ചോദിക്കുന്നത്? അത് രക്ഷ ചോദിക്കാനുള്ള കാരണം കബറിൽ കിടക്കുന്നവനും മോനെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാകും. ദജ്ജാൽ മരിച്ചു കിടക്കുന്ന കബറിൻ്റെ അടുത്ത് വന്നിട്ട് കബറാളിയോട് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ അയാൾ എഴുന്നേൽക്കും. ആകാശത്തോട് മഴ വർഷിക്കാൻ പറഞ്ഞാൽ ആകാശം മഴ വർഷിക്കും. ഭൂമിയോട് സസ്യങ്ങൾ മുളപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഭൂമി സസ്യം മുളപ്പിക്കും. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾക്ക് കാണിക്കും. അതുകൊണ്ട് ഈ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ പടച്ചവനാണെന്ന്. പക്ഷേ മുഅ്മിനീങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അവൻ തെറ്റാലാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അത്ഭുത പ്രകടനം എന്ന് പറഞ്ഞത് ഒരു മാനദണ്ഡമല്ല. അത്ഭുത പ്രകടനം മാനദണ്ഡമാകുന്നത് എപ്പോഴാണ്? ഇസ്തിഖാമത്തുള്ള ഒരു മനുഷ്യൻ ശരിയായിട്ട് ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ശരിയായ പാതയിലൂടെ ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളിൽ നിന്ന് എന്ത് ചെയ്തു? അത്ഭുതങ്ങൾ കണ്ടു. എന്നാൽ നമുക്ക് കറാമത്താൻ വിശ്വസിക്കാവുന്നതാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള മഹാന്മാരുമായിട്ടും അതുപോലെ നമ്മുടെ ഉസ്താദുമാരായിട്ടുള്ള ആളുകൾ, ശറഈയായ പണ്ഡിതന്മാർ, കറാമത്തൊന്നും ഇല്ലെങ്കിലും വിലായത്തിൻ്റെ മർത്തബയിൽ എത്തിയിട്ടില്ലെങ്കിലും ആലിമീങ്ങളെ കൊണ്ടാണ് അല്ലാഹു തആല ഈ ദീൻ നിലനിർത്തുന്നത്. അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആലിമീങ്ങളെ ആദരിക്കണം, അവരെ പിന്തുടരണം, അവരുടെ ഉപദേശങ്ങൾ തേടണം, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഉമർ ഖാലിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഉമർ ഖാലി ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ അവരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും അവരോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നു.
ഉമർ ഖാലി തങ്ങളെ ബ്രിട്ടീഷുകാർ നികുതി നിഷേധ സമരം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ തുറുങ്കിലടക്കുകയുണ്ടായി, ജയിലിലടക്കുകയുണ്ടായി. ജയിലിൽ നിന്ന് യാന്ത്രികമായിട്ട് അയാൾ പുറത്തു കടന്നു. ജയിൽ വാർഡന്മാരും ഉദ്യോഗസ്ഥന്മാരും അത്ഭുത പരതന്ത്രരായിപ്പോയി. ഇത്രയും ഭദ്രമായി ജയിലടച്ചു പൂട്ടിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ പുറത്തു വന്നു. രണ്ടാമതും പിടിച്ച് അറസ്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ അദ്ദേഹം കറാമത്ത് ഉപയോഗിച്ചില്ല. നിയമത്തിന് വഴങ്ങിക്കൊണ്ട് ജയിലിൽ തന്നെ താമസിച്ചു. ആ ജയിലിൽ താമസിച്ച സമയത്ത് സങ്കടത്തിൽ കുതിർന്ന ഒരു കത്ത് തൻ്റെ ഗുരുവര്യനായ ആത്മീയ ഗുരുവായ ബഹുമാനപ്പെട്ട മുമ്പറന്തങ്ങൾ അവർക്കൊരു കത്തെഴുതുകയുണ്ടായി. സലാമും മിനൽ മഹബൂബി ഖദ്ദാമിക്കും ഉമർ മുരീദിക്കുമുൽ ആശിൽ ഫഖീറുൽ മുകമ്മദു. നിങ്ങളുടെ ശിഷ്യനായ സാധുവായ ഫക്കീറായ ഉമർ ഇതാ നിങ്ങൾക്ക് സലാം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് തുടങ്ങുന്നു. കത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ദുആഉകുമു യാ സയ്യിദി ഖൈറു ബുഗ്യത്തി ലിഅസ്ലഹ ഫിദ്ദുനിയ വലിൽ ഫൗസി ഫീ ഗദി. എന്താ പറഞ്ഞത്? ദുആഉകുമു യാ സയ്യിദി ഖൈറു ബുഗ്യത്തി ലിഅസ്ലഹ ഫിദ്ദുനിയ വലിൽ ഫൗസി ഫീ ഗദി. ദുആഉകും, എൻ്റെ യജമാനരായിട്ടുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ ഏറ്റവും വലിയ അഭിലാഷം. അങ്ങോരുടെ പ്രാർത്ഥനയാണ് ഈ സാധുവായ എൻ്റെ ഏറ്റവും വലിയ അഭിലാഷം. എന്തിനു വേണ്ടി? ലി അസ്ലഹ ഫിദ് ദുനിയ, ദുനിയാവിൽ ഞാൻ നന്നായി തീരാൻ, ഉലിൽ ഫൗസി ഫീ ഖദി, ആഖിറത്തിൽ വിജയിക്കാൻ. ആരാണ് ഈ പറയുന്ന ആള്? ആഖിറത്തിൽ വിജയിക്കാനും ദുനിയാവിൽ ഞാൻ നന്നാകാനും എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് മഹദൂം ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ തങ്ങളോട് ആവശ്യപ്പെടുന്ന ആൾ ആരാണെന്നറിയാമോ? ബഹുമാനപ്പെട്ട ഉമർ ഖാലി തങ്ങൾ റൗള ഷരീഫിൽ മദീനയിലെ ഹുജറ ഷരീഫയുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. എന്നിട്ട് അവിടുത്തെ പ്രവചന കാവ്യം പാടുന്നു. ആ പ്രവചന കാര്യം അങ്ങ് പാടിയപ്പോൾ യാന്ത്രികമായി കഅബത്തിൻ്റെ കവാടം പൂട്ടുപൊട്ടി കവാടം തുറക്കപ്പെടുന്നു. അത്രയും വലിയ കറാമത്തിൻ്റെ ഉടമയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കാവ്യം ഹുജറ ഷരീഫയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പാടുകയുണ്ടായി. നീ തലം തരും. യാ അക്രമൽ കുറമ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന കവിത അങ്ങനെ പാടി. മജഫ ദമ്മുൻ സാലമിൻ നൈനൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി എന്നിങ്ങനെ വരികൾ ആ ഹൃദയസ്പൃക്കായ വരികളിലെത്തിയപ്പോൾ അവിടെ പൂട്ടുപൊട്ടുകയും കവാടം തുറക്കപ്പെടുകയും ചെയ്തു എന്ന സംഭവം പ്രസിദ്ധമാണ്. ഇത്രയും വലിയ കറാമത്തിൻ്റെ ഉടമയായ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ഗുരുപര്യനോട് ദുആക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഗുരുവര്യന്മാരെ, ആലിമ്യങ്ങളെ ആദരിക്കണം, ബഹുമാനിക്കണം. ആലിമ്യങ്ങളുണ്ട്, ഔലിയാക്കന്മാരുണ്ട്, ആരിഫ്യങ്ങളുണ്ട്. ആരിഫ്യങ്ങൾ വേറെ, ഉലമാക്കന്മാർ വേറെ. ആലിമ്യങ്ങളിൽ ഇവിടെ കൂട്ടത്തിൽ ആരിഫ്യങ്ങളുണ്ടാകും. ഒരു ആരിഫിൻ്റെ ഒരു റക്കയത്ത് നിസ്കാരം ഒരു ആലിമിൻ്റെ 1000 റക്കയത്തിനേക്കാൾ ഉത്തമമെന്ന് അതിക്കയിൽ പറഞ്ഞുവല്ലോ. ഒരു ആലിമ് 1000 റക്കയത്ത് നിസ്കരിക്കുന്നതും ഒരു ആരിഫ് ഒരു റക്കയത്ത് നിസ്കരിക്കുന്നതുമായിട്ട് ഒരു ആരിഫിൻ്റെ ഒരു റക്കയത്തിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. എന്തുകൊണ്ട്? അകക്കണ്ടുകൊണ്ട് അള്ളാഹുവിനെ കണ്ടവരാണ് അവർ. മനസ്സ് സ്ഫുടം ചെയ്തവരാണ്. അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ടോർച്ചടി മനസ്സിലേക്ക് ലഭിച്ചിട്ടുള്ളവരാണ് ആരിഫിങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ആലിമ്യങ്ങളെ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ട്? ആലിമ്യങ്ങളെ കൊണ്ടാണ് ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്നത്. യുഗയുഗാന്തരമായി തലമുറയായി ഇസ്ലാം പഠിക്കുകയും പഠിപ്പിക്കുകയും ഗ്രന്ഥരചന നടത്തുകയും അതിനുവേണ്ടി ഉറക്കമിളയ്ക്കുകയും വിഷമിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്തിപ്പോരുന്നവരാണ് ആലിമ്യങ്ങൾ. അതുകൊണ്ട് എന്താണെന്നാൽ യഥാർത്ഥമായ ഔലിയാക്കന്മാരും സൂഫിവര്യന്മാരും ഒക്കെ ആലിമ്യങ്ങളെ ആദരിക്കും. വ്യാജന്മാരുടെ ലക്ഷണമാണ് ആലിമ്യങ്ങളെ അപപഠിക്കുക, തെറി പറയുക, അവരെ നിന്ദിക്കുക, അവഹേളിക്കുക, വിമർശിക്കുക എന്നത് വ്യാജസിദ്ധന്മാരുടെ വലിയമാരുടെ ലക്ഷണമാണ്. നിങ്ങൾ കേട്ടിരിക്കും ബഹുമാനപ്പെട്ട സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ബഹുമാനപ്പെട്ട സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ കറാമത്തിൻ്റെ ഉടമയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭക്ഷിക്കുന്നത് ആരും കണ്ടിട്ടില്ല, കുടിക്കുന്നത് ആരും കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഐരിഫ്യങ്ങളും ഔലിയാക്കന്മാരുമായ ആളുകൾ ഒരു ദിവസം ചർച്ചയ്ക്ക് വെച്ചു സംഗതി, നിങ്ങൾ ആരെങ്കിലും അദ്ദേഹം തിന്നും കുടിക്കുന്നത് കണ്ടുപിടിക്കും? ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, നമുക്ക് കണ്ടുപിടിക്കാം, ഞാൻ കണ്ടുപിടിക്കാം. അദ്ദേഹം 24 മണിക്കൂർ
പിന്തുടരാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ എന്താന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട തുസ്തരി തങ്ങളെ പിന്നാലെ കൂടി അദ്ദേഹം സന്ധ്യയായപ്പോൾ വൈകുന്നേരമായപ്പോൾ ഒരു പള്ളിയിലേക്ക് കടന്നു. പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കാരം തുടങ്ങി. ഇശാ നിസ്കാരവും അതിൻ്റെ റവാറ്റും എല്ലാം കഴിഞ്ഞ് ആളുകളൊക്കെ പിരിഞ്ഞു പോയി. പള്ളിയുടെ വാതിലടച്ചു. അങ്ങൊരു അകത്തിൽ നിന്ന് നിസ്കരിക്കുകയാണ്. അദ്ദേഹത്തെ അഭിവീക്ഷിക്കുന്ന ആൾ ഒളിച്ചിരുന്നു കൊണ്ട് അങ്ങനെ നോക്കുന്നു. 2 റക്അത്ത് കഴിയുമ്പോൾ വീണ്ടും 2 റക്അത്ത് തുടരുന്നു. സലാത്തുൽ ലൈലി മസിന മസിന എന്നാണല്ലോ രാത്രിയിൽ മുത്തലക്ക് സുന്നത്ത് ഈ രണ്ട് അങ്ങനെ നിസ്കരിക്കേണ്ടത്. അങ്ങനെ നിസ്കാരം നിരന്തരം തുടരുകയാണ്. നിസ്കാരം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്കും ആരിഫീങ്ങൾക്കും വലിയ മഹാന്മാരായ ആളുകൾക്കൊക്കെ വളരെ കൂടുതൽ പ്രിയങ്കരമായ സംഗതിയാണ് നിസ്കാരം. അവിടെ കണ്ണീനെ കുടിരേക്കുന്ന കാര്യമാണ്. ഉഖുറത്തു ഐനി ഫിസ്സല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്ന് നിസ്കരിക്കുക എന്നതാണ്, നിസ്കാരത്തിൽ കണ്ണുകുളിർക്കുക എന്നതാണെന്ന് പറഞ്ഞു. അള്ളാഹുമായുള്ള അഭിമുഖത്തിൻ്റെ സന്ദർഭമാണ്. അലാ ഫിസ്സലാത്തിൽ ഖൈറു വൽ ഫദ്ലു അജ്മഉ ലിഅന്ന ബിഹൽ അബ്ദാന ലില്ലാഹി തഖ്ലഉ. എല്ലാ നന്മകളും സമഞ്ജസമായി സംഗമിക്കുന്ന സകമസ്ഥാനാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് സുഹൈൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി രാത്രിയെ ഹയാത്താക്കുന്ന നിസ്കാരം കൊണ്ട് അദ്ദേഹത്തെ കാത്തു പാർത്തിരിക്കുന്ന ആൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നേരെ പാതിരയായപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് അകലെ നിന്ന് ഒരു ആട് അതാ വരുന്നു, ഒരു വലിയ പെണ്ണാട് വരുന്നു. അത് വന്നുകൊണ്ട് പള്ളിയുടെ വാതിലിനെ അങ്ങനെ മുട്ടുകായി തലകൊണ്ട് മുട്ടി. സഹിൽ തങ്ങൾ നിസ്കാരം പൂരിപ്പിച്ച് സലാം വീട്ടി അദ്ദേഹം കരുതി വെച്ചിട്ടുള്ള ഒരു പാത്രം ചഷകം അതെടുത്ത് വന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്ന് ആടിനെ തലോടി എന്തൊക്കെ ആടിനോട് പറഞ്ഞ് അതിനെ ആശീർവദിച്ചതിന് ശേഷം അകിട്ടിൽ നിന്ന് പാത്രം നിറയെ പാല് ചുരത്തിയെടുത്ത് പാല് കുടിച്ചു. ആടിന് എന്ത് പറഞ്ഞാൽ യാത്ര പറഞ്ഞ് ആടിനെ പറഞ്ഞയച്ചു. വീണ്ടും വാതിലടച്ചു. അദ്ദേഹം നിസ്കാരം തുടരുകയാണ്. ഇപ്പോഴാണ് പിടികിട്ടിയത് ഇദ്ദേഹത്തിന് ആഹാരം എവിടെ നിന്ന് കിട്ടി. ആഹാരം സാധാരണമായ മാർഗത്തിലൂടെ എല്ലാവർക്കും അള്ളാഹു ആഹാരം കൊടുക്കുന്നത്. ചിലപ്പോൾ അസാധാരണ മാർഗത്തിലൂടെ അള്ളാഹു തആല ആഹാരം കൊടുക്കും. അങ്ങനെയുണ്ട്. കാര്യകാരുടെ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് അള്ളാഹു തആല ആഹാരം കൊടുക്കും. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, മറിയം ബീബി അലൈഹിസ്സലാം അവിടെ ആരാധനാ മണ്ഡപത്തിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന ആരാധനാ മണ്ഡപത്തിൽ പള്ളിയിൽ ബഹുമാനപ്പെട്ട മറിയം ബീബിയുടെ അടുത്ത് സക്കരിയ നബി അലൈഹിസ്സലാം എന്താണെന്ന് പറഞ്ഞാൽ അകാല പഴങ്ങളെ കണ്ടു. വേനൽക്കാലത്തുണ്ടാകുന്ന പഴങ്ങൾ എന്ത് ചെയ്യുന്ന ശൈത്യകാലത്ത് കണ്ടു. ശൈത്യകാലത്തുള്ള പഴങ്ങൾ വേനൽക്കാലത്ത് കണ്ടു. ഇത് ഇവിടെ നിന്ന് കിട്ടി അന്നലേക്ക് ഹാദാ. അപ്പോൾ ബഹുമാനപ്പെട്ട മറിയം ബീബി പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ അത്ഭുതകരമായിട്ട് സാധാരണ വിരുദ്ധമായിട്ട് അള്ളാഹു തആല ആഹാരം നൽകും. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ശത്രുക്കൾ തടവുള്ളിയാക്കി. അങ്ങനെ മക്കയിൽ അദ്ദേഹത്തെ ഏകണ്ടായിട്ട് ഹാരിസിൻ്റെ മകൾ തീരുമാനിച്ചു അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹത്തെ വെട്ടിക്കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് തടവുള്ളിയായി കാലിലും കൈക്കും ചങ്ങലക്കിട്ട് അദ്ദേഹത്തെ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ആ വീട്ടുകാരി അവിടുത്തെ പരിചാരികയായ പെണ്ണ് പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് പലപ്പോഴും ഞാൻ പഴങ്ങൾ കണ്ടു. പഴങ്ങൾ നാട്ടിലൊന്നുമില്ലാത്ത പഴങ്ങൾ, വേനൽക്കാലത്ത് ഉണ്ടാകാത്ത പഴം ശൈത്യകാലത്തെ പഴങ്ങൾ വേനൽക്കാലത്ത് കണ്ടിട്ടുണ്ട്. അത് തിരിച്ചും കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന് ആഹാരം കിട്ടുന്നത് എനിക്കറിയില്ല, വീട്ടുകാർക്ക് ആർക്കും അറിയില്ല. ഇങ്ങനെ സുഹൈൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരിക്കും അല്ലാഹു തആല ദിവ്യമായ രീതിയിൽ ആഹാരം നൽകുകയാണ്. ഇത്രയും വലിയ കറാമത്തിൻ്റെ ഉടമ, ഇത്രയും വലിയ ഇങ്ങനെയുള്ള ഔലിയാക്കന്മാരെ പറ്റി മഹാന്മാർ രേഖപ്പെടുത്തിയത് റൂഹാനിയു എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആത്മീയത ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണ് സുഹൈൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി. അദ്ദേഹം ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂദാവൂദ് തയാലിസി റളിയല്ലാഹു തആല, അബൂദാവൂദ് എന്ന് പറയുന്ന മഹാനായിട്ടുള്ള പണ്ഡിതൻ്റെ അടുത്തേക്ക് വരികയാണ്. ഹദീസ് പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. ഖാദിം വേലക്കാരൻ വാതിക്കെ തന്നെ ഉണ്ട്. നിങ്ങൾ ആരാണ്? ഞാൻ സുഹൈൽ എന്ന് പറയുന്ന ആളാണ്. നിങ്ങൾ ചെന്ന് നിങ്ങളുടെ നേതാവിനോട് പറയണം, ഇങ്ങനെ കാണാൻ വന്നതാണെന്ന് പറയണം. അബൂദാവൂദ് അങ്ങോട്ട് അടുത്തുകൊണ്ട് വേലക്കാരൻ പറഞ്ഞു, ഇങ്ങനെ സുഹൈൽ എന്ന് പറയുന്ന ആൾ വന്നിട്ടുണ്ട്. ചെന്ന് ചോദിക്കണം, സുഹൈൽ തുസ്തരിയാണോ എന്ന് ചോദിക്കണം. അതെ, ചെന്ന് നോക്കുമ്പോൾ സുഹൈൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരിയാണ്. അബൂദാവൂദ് തങ്ങൾ ഓടി വന്നു അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുകയാണ്. അങ്ങോട്ട് എന്തിനിങ്ങോട്ട് വന്നു? അബൂദാവൂദ് തങ്ങൾ ചോദിക്കുന്നു. എന്താവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാൻ തയ്യാറായിരുന്നുവല്ലോ. ബഹുമാനപ്പെട്ട സുഹൈൽ തങ്ങളുടെ ഈ കാലുവേണ്ടിൽ കഴുകിയ വെള്ളം കുടിക്കാൻ സന്നദ്ധനാണ് അബൂദാവൂദ് തങ്ങൾ. അങ്ങനെയുള്ള അബൂദാവൂദ് തങ്ങളുടെ അടുത്തേക്ക് സുഹൈൽ തങ്ങൾ വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്തിനു വന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലീ ഇലൈക ഹാജ, എനിക്ക് ഒരാവശ്യമുണ്ട്. ആ ആവശ്യം
നിർവഹിക്കുന്നതിനാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താണ് ആവശ്യം? അബൂദാവൂദ് തങ്ങൾ ചോദിക്കുന്നു. പ്രസിദ്ധനായ ഹദീസ് പണ്ഡിതൻ ബഹുമാനപ്പെട്ട അബൂദാവൂദ് തങ്ങൾ ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ ആവശ്യം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആവശ്യം ഞാൻ പറയണമെങ്കിൽ ആവശ്യം നിങ്ങൾ നിറവേറ്റി തരുമെങ്കിൽ ഉറപ്പ് തരണം. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഴിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ നിറവേറ്റിത്തരാം, എങ്കിലും ഞാൻ പറയാം എൻ്റെ ആവശ്യം. അഖിരിജ് ലിസാനക്, നിങ്ങളുടെ നാവൊന്ന് പുറത്തെടുക്കണം. അഖിരിജ് ലിസാനക്ക്, നിങ്ങളുടെ നാവൊന്ന് പുറത്തെടുക്കണം. എന്തിനു വേണ്ടി? ഹത്താ ഉഖബ്ബില, എനിക്ക് ചുംബിക്കാൻ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സഹീദങ്ങളുടെയൊക്കെ കാലിൻ്റെ അടിഭാഗം ചുംബിക്കാൻ തയ്യാറാണ് അബൂദാവൂദ് തങ്ങൾ. അങ്ങനെയുള്ള അബൂദാവൂദ് തങ്ങളോട് സഹീദങ്ങൾ പറയുന്നു, അഖിരിജ് ലിസാനക്, നിങ്ങളുടെ നാവ് പുറത്തെടുക്കണം. എന്തിനു വേണ്ടി? ഹത്താ ഉഖബ്ബില, എനിക്കൊന്ന് ചുംബിക്കാൻ. എന്താണ് ഈ നാവിൻ്റെ പ്രത്യേകത? ഹദ്ദസ്ത ബിഹി അർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാവ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങോര് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഗ്രഹീതമായിട്ടുള്ള നാവാണ് നിങ്ങളുടെ നാവ്. അതുകൊണ്ട് അതൊന്നും എനിക്ക് ചുംബിക്കണം. വാക്ക് കൊടുത്തുപോയാലോ പിന്നെ നീട്ടാതിരിക്കാൻ നിവൃത്തിയില്ല. അബൂദാവൂദ് തങ്ങൾ നാവ് നീട്ടിക്കൊടുക്കുന്നു, സഹീദ് തങ്ങൾ ചുംബിക്കുന്നു. അബൂദാവൂദ് തങ്ങൾ നാവ് നീട്ടിക്കൊടുക്കുന്നു, സഹീദ് തങ്ങൾ ചുംബിക്കുന്നു. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാം. ആലിമീങ്ങളെ ഔലിയാക്കന്മാർ ആദരിച്ചതും അംഗീകരിച്ചതും ബഹുമാനിച്ചതും കാണാം. വ്യാജന്മാരായിട്ടുള്ള സിദ്ധന്മാർ അവർ ആലിമീങ്ങളുടെ ശത്രുക്കളാണ്. കാരണം അവർ ശരീഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ആളുകൾ, ശരീഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് വലിയ ഭീഷണിയാണ് പണ്ഡിതന്മാർ. ഇബ്ലീസിനും വലിയ ഭീഷണിയാണ്. ഇബ്ലീസിനും ആലിമയോട് വലിയ ദേഷ്യം. അതുപോലെ തന്നെ വ്യാജസിദ്ധന്മാർക്കും എന്താണെന്ന് പറഞ്ഞാൽ ശരിയായ ആലിമ്യങ്ങളോട് വലിയ ദേഷ്യം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ ആലിമ്യങ്ങൾ ശരീരത്തിന് വിരുദ്ധമായ നടപടികളെ എതിർക്കും. അപ്പം അവർ ചൂണ്ടിക്കാണിക്കുക എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും എന്താണെന്ന് പറഞ്ഞാൽ മജ്ദൂബായ ഔലിയാക്കന്മാരുടെ കഥകൾ പറയുന്നു. ഔലിയാക്കന്മാർ എന്താ മജ്ദൂബിങ്ങളുമുണ്ട്, ഒരു മജ്ദൂബിങ്ങളുമുണ്ട്. ഔലിയാക്കന്മാർ മജ്ദൂബിങ്ങൾ ജദ്ബിൻ്റെ ഹാലത്തുള്ള ആളുകൾ. അവർ എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ഭ്രാന്തന്മാർ എന്താ പറഞ്ഞാൽ ബാഹ്യമായ ഭൗതിക കാര്യത്തിൽ ചിന്തിച്ച് ഭ്രാന്ത് വന്നവരാണ്. മറ്റുള്ളവരോ അത് മജ്ദൂബികൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അവരുടെ ജദ്ബ് അവിടെ വേറെ രീതിയിലുള്ളതാണ്. അപ്പോൾ ആ ജദ്ബിൻ്റെ ഹാലത്തിൽ അവർ ഭ്രാന്തന്മാരെ പോലെ അല്ലെങ്കിൽ തക്ലീഫില്ലാത്ത കുട്ടികളെ പോലെയുള്ള അവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പോൾ അവർ നിസ്കരിച്ചില്ലെന്ന് വരും, നോമ്പ് നോറ്റിയില്ലെന്ന് വരും, അശരീരത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിച്ചെന്ന് വരും. അവർ കുറ്റക്കാരല്ല. പക്ഷേ നമ്മൾ അവരെ അവഗണിക്കാൻ പാടില്ല, അവരെ അവഹേളിക്കാനോ നിന്ദിക്കാനോ പാടില്ല. തബറുക്ക് ചെയ്യാം, അവരുടെ അടുത്ത് പോയി തബറുക്ക് ചെയ്യുന്ന വിരോധമില്ല. പക്ഷെ അവരെ അനുകരിക്കാൻ പറ്റുകയില്ല. അവരൊരാളെപ്പറ്റി കാഫിറാന്ന് പറഞ്ഞാൽ നമുക്ക് കാഫിറാന്ന് പറയാൻ പറ്റില്ല. ഒരാളെപ്പറ്റി വേണ്ടെങ്കിൽ വേറെ വല്ലതും പറഞ്ഞാൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അവർ നിസ്കരിക്കുന്നില്ല എന്നതുകൊണ്ട് നമുക്ക് നിസ്കരിക്കാതിരിക്കാൻ പറ്റുകയില്ല. അവർ റമദാനിൽ ചായ കുടിച്ചു എന്നതുകൊണ്ട് നമുക്ക് റമദാൻ ചായ കുടിക്കാതിരിക്കാൻ പറ്റുകയില്ല. അവർ ജദ്ബിൻ്റെ ഹാലിലാണുള്ളത്. അവർ സഹബിൻ്റെ ഹാലിലേക്ക് വന്നാൽ അതിനൊക്കെ വ്യത്യാസമുണ്ടാകും. ചെവിൻ്റെ ഹാലിലേക്ക് ഒരു വ്യത്യാസമുണ്ടാകും. മഹാരഥന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഉന്നതങ്ങളായ സ്ഥാനങ്ങളിൽ എത്തിപ്പിടിച്ചത് നമ്മുടെ തസൂഫിൻ്റെ കിതാബുകളിലൊക്കെ കാണാം. ദിക്ർ എന്ന് പറയുന്ന കാര്യം കൊണ്ടാണ്, ദിക്ർ ചെയ്യുക എന്ന കാര്യം കൊണ്ടാണ്. ഖദ് അജ്മഅൽ ഉറാഫു ജുല്ലുഹും അല അൻ അഫ്ളല ത്വാഅതി ലില്ലാഹിൽ ഉലാ ഹിഫ്ദുൽ ലി അൻഫാസിൻ യകൂനു ഖുറൂജുഹാ വദഖൂലുഹാ ബില്ലാഹി ഫിൽ മലഇൽ ഖലാ. അല്ലാഹുവിൻ്റെ ഐരിഫ്യങ്ങളായ ദിവ്യജ്ഞാനികളായ മഹാന്മാരും മുഴുവനും ഏകോപിച്ചിട്ടുണ്ട്. ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ഇബാദത്ത് എന്താണ്? അത് ഹിഫ്ദുൽ അൻഫാസ്, ശ്വാസങ്ങളെ നിശ്വാസങ്ങളെ സൂക്ഷിക്കുക എന്നതാണ്. യകൂനു ഖുറൂജുഹാ വദഖൂലുഹാ, ശ്വാസം അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് നിശ്വസിക്കുന്നതുമെല്ലാം ബില്ലാ അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ടാകണം. ഫിൽ മലയ്യത് ജനക്കൂട്ടത്തിലായിരുന്നാലും ഖലാ ഒറ്റക്കായിരുന്നാലും ശരി, ഒറ്റക്കായിരിക്കട്ടെ അല്ലെങ്കിൽ കൂട്ടത്തിലായിരിക്കട്ടെ, എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് ശകലാകണം. ഇതാണ് ഏറ്റവും ഉന്നതമായ അമൽ എന്ന കാര്യത്തിൽ സകല ഐരീഫ്യങ്ങൾ ഏകോപിച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മഖ്ദൂം കബീർ തങ്ങൾ ഹദീഖയിൽ പറഞ്ഞ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ദിക്ർ അത്രയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദിക്ർ കൊണ്ടാണ് വലിയ വലിയ മഹാന്മാരൊക്കെ അള്ളാഹുമായിട്ട് അടുത്തിട്ടുള്ളത്. പക്ഷേ ദിക്റിൽ പെട്ടതാണ് നിസ്കാരം എന്ന് പറയുന്ന കാര്യം, ഖുർആൻ പാരായണം എന്ന കാര്യം, ഇൽമു പഠിക്കുക എന്ന കാര്യം.
ഇൽമു പഠിക്കുക എന്ന് പറയുന്ന കാര്യം. പക്ഷെ ഇൽമു പേരിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയുമാണ് ഇൽമു പഠിക്കുന്നതെങ്കിലോ അവിടെ ഇൽമിന് പ്രാധാന്യമില്ല. ഹദാ ഇദാ ഖസദല്ലില്ലാഹ വആഖിറ ബിൽഇൽമി ഇല്ലാ ഫൽഹലാകു തഹസ്സലാ. ഏറ്റവും ശ്രേഷ്ഠമായ അമല് തന്നെയാണ് ഇൽമു എന്ന് പറയുന്ന ദിക്ർ കൊണ്ട് ശുഗലാകൽ. ഇൽമു പഠിക്കൽ ദിക്റാണ്. അതുകൊണ്ട് ശുഗലാകൽ എന്ന തൈലിയും വല്ലിൽമു അസ്നാ സായിരിൽ അഅ്മാലി വഹുവ ദലീലുൽ ഖൈരി വൽ ഇഫ്ലാലി. സകല കർമ്മധർമ്മങ്ങളെക്കാൾ ഏറ്റവും ഉത്കൃഷ്ടമാണ് ഇൽമു കൊണ്ട് ജോലിയാകൽ. വഹുവ ദലീലുൽ ഖൈരി വൽ ഇഫ്ലാൽ. അല്ലാഹു ഒരാൾക്ക് നന്മ നൽകി എന്നതിൻ്റെയും അവനെ അനുഗ്രഹിച്ചു എന്നതിൻ്റെയും ലക്ഷണവും അടയാളവുമാണ് ഇൽമു എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള മഹത്വങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹദാ ഇദാ ഖസദൽ ഇലാഹ വആഖിറ ബിൽഇൽമി ഇല്ലാ ഫൽഹലാകു തഹസ്സലാ. ഈ മഹത്വങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടും ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുമായിരിക്കണം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമെല്ലാം. തഅലീമുഹു ലില്ലാഹി ഖൈറു ഇബാദത്തിൻ വഖിലാഫത്തിൻ വബിറാസത്തിൻ ഫതവസ്സലാ. അള്ളാഹുവിൻ്റെ തഅലീമു ലില്ലാഹി ഖൈറു ഇബാദ. ഇൽമു പഠിച്ച് അത് പഠിപ്പിക്കുക എന്നത് ഖൈറു ഇബാദ, ഏറ്റവും ഉത്തമമായിട്ടുള്ള ആരാധനയാണ്, ഏറ്റവും ഉത്തമമായ പ്രാതിനിധ്യമാണ്. പ്രവാചകന്മാരുടെ പ്രാതിനിധ്യമാണ്. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പൈതൃകമാണ്, വിറാസത്താണ് ഇൽമു പഠിപ്പിക്കുക എന്നത്. ഇൽമു പഠിച്ച് അത് പഠിപ്പിക്കുക എന്ന് പറയുന്ന പദവിയേക്കാൾ ഉന്നതമായ ഒരു പദവി ഈ ലോകത്ത് ഒരു മുസ്ലിമിന് പ്രാപിക്കാനില്ല. ഇൽമു പഠിച്ച് അത് പഠിപ്പിക്കുക എന്ന് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഇൽമു പഠിച്ചു, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അത് പഠിപ്പിക്കുക എന്ന സ്ഥാനത്തേക്കാൾ ഉപരിയായ ഒരു സ്ഥാനം ഈ ലോകത്ത് വരെ കിട്ടാനില്ല. എന്തുകൊണ്ടെന്നാൽ കിട്ടുന്ന ശമ്പളം ചിലപ്പോൾ കുറവായിരിക്കാം. ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടി ഇൽമു പഠിച്ച് പഠിപ്പിക്കുന്ന ആളുകൾ പഠിക്കുന്ന കാലത്തിന് നോക്കുന്ന കൂടുതൽ ശമ്പളം കിട്ടുന്ന കോഴ്സ് ഏതാണെന്ന് നോക്കുക. ഇന്നത്തെ കൂടുതൽ നോട്ടപ്പാടാണ്. എന്താണെന്ന് പറഞ്ഞിട്ട് ഇൽമു പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞാൽ ഇൽമു പഠിക്കുക എന്ന ലക്ഷ്യത്തിൽ ഉപരിയായിട്ട് ബിരുദങ്ങളുടെ പേരാണ് നോക്കുന്നത്. ഇപ്പം ഒരു ഡോക്ടറേറ്റ് പ്രവണത വന്നിട്ടുണ്ട്. വേഗം ഡോക്ടറേറ്റ് നേടുന്ന പ്രവണത, കാശ് കൊടുത്തും ഡോക്ടറായിട്ട് ചില ആൾക്കാർ, അങ്ങനെ ചില പ്രവണത. എന്നിട്ട് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന കോഴ്സ്, ജോലിയിലേക്ക് പോകാനുള്ള കോഴ്സ് ഏതാണ്, അതാണ് നോക്കുന്നത്. അതല്ല ഭൗതികമായ ലക്ഷ്യമല്ല. അള്ളാഹുവിൻ്റെ ദീൻ ഇഹ്യാ ചെയ്യാനും ഇഖാമത്ത് ചെയ്യാനും അതിൻ്റെ പ്രചാരണത്തിനും സഹായകമായിട്ടുള്ള ഇൽമ് സ്വന്തം നഫ്സിനെ നന്നാക്കി തീർക്കാനും സ്വന്തം നഫ്സിനെ സ്വന്തമാക്കി തീർക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മദ്രസത്തുൻ ഇസ്ലാമിയ്യയിൽ ബഗ്ദാദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ വലിയ ഗുരു ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി ഒരിക്കൽ അവിടെ വിദ്യാർത്ഥികളെ ഇൻ്റർവ്യൂ ചെയ്തു. അവരെ പരിശോധിച്ചു. എന്നിട്ട് ഓരോരുത്തർ വിളിച്ച്, മകനെ നീ എന്തിനാണ് പഠിക്കുന്നത്? ഒരാൾ പറഞ്ഞു ഞാൻ പഠിക്കുന്നത് വലിയ ഫഖീഹാകാൻ, മുഫ്തിയാകാൻ. ഒരാൾ വിളിച്ചു എന്തിനാ പഠിക്കുന്നത്? ഖതീബാകാൻ. ഒരാൾ വിളിച്ചു ഞാൻ പ്രസംഗകനാകാൻ. ഇങ്ങനെ പലരും പല ലക്ഷ്യങ്ങളും പറഞ്ഞു. അവസാനം ഒരു കുട്ടി ചെറുപ്പക്കാരൻ വിളിച്ചു, മോനെ നീ എന്തിനാണ് പഠിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു ലി അകൂന ഇൻസാനൻ, ഞാൻ നല്ലൊരു മനുഷ്യനാകാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞു. ഇമാമുൽ ഹറമൈൻ അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് ആശീർവദിച്ച് പ്രാർത്ഥിച്ചു കൊടുത്തു. അദ്ദേഹമാണ് ലോകപ്രസിദ്ധനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു. അങ്ങവരുടെ കുറിച്ചാണ് നേരത്തെ മുഹമ്മദ് തങ്ങൾ നമ്മളോട് അഡ്വൈസ് ചെയ്തത്, വായിക്കാനും പഠിക്കാനും വേണ്ടി അഡ്വൈസ് ചെയ്തിട്ടുള്ളത്. എല്ലാ രോഗങ്ങൾക്കും ശിഫാഗ്രഹത്തിലുള്ളത് പറഞ്ഞത് ഇമാമുൽ ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇൽമു വളരെ മഹത്വമുള്ള സംഗതിയാണ്. ആ മഹത്വങ്ങളൊക്കെ നമുക്ക് നേടാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. ഇവിടുന്ന് കിട്ടുന്നതിനേക്കാൾ 10 രൂപയ്ക്ക് അപ്പുറത്ത് കിട്ടുന്നത് കാണുമ്പോൾ അപ്പം അങ്ങോട്ടും മറക്കണ്ടേ, കുട്ടികളുടെ എടുത്ത് പെട്ടിയെടുത്ത് അങ്ങോട്ട് പോയി. അതിനേക്കാൾ 10 രൂപ അങ്ങേപ്പുറത്ത് കിട്ടുന്നതിനോട് അപ്പുറത്ത് അങ്ങോട്ട് ചാടും. ഇങ്ങോട്ട് പല ആൾക്കാരെയും കാണാവും. പക്ഷേ ഉപജീവന മാർഗത്തിന് വഴിയുണ്ടാകണം. മാന്യമായിട്ട് ജീവിക്കാനുള്ള ശമ്പളം കിട്ടാം. ദുനിയാവിൽ ജീവിച്ചൊന്ന് ആഖിറത്തിലേക്ക് പോകാൻ. റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന എന്നാണ്. അപ്പോൾ അതുകൊണ്ട് വിവാഹിതരായ ആളുകൾ കുടുംബം പുലർത്താൻ, ഭാര്യയെയും കുട്ടികളെയും പുലർത്താൻ ആവശ്യമായിട്ടുള്ള ശമ്പളം അവർക്ക് കിട്ടണം. അതവർ ആവശ്യപ്പെടണം. അതാവശ്യപ്പെട്ടിട്ട് കിട്ടുന്നില്ല വർഷത്തേക്ക് പോകാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഖലീഫയായി അദ്ദേഹം തൻ്റെ ജോലി പതിവ് പോലെ ജോലിക്ക് പോയി കച്ചവടത്തിന് പോവുകയാണ്. വഴിക്ക് വെച്ച് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിടികൂടി, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഈ പ്രവിശാലമായ രാജ്യത്തിൻ്റെ അധിപതിയായി ഭരണാധിപനായ നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ ഇവിടെ സമയമില്ല, നിങ്ങൾ നടക്കണം, അങ്ങോട്ട് തന്നെ നടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? സഹാബത്തിനെ കൂടി മുശാവറ ചെയ്ത് ശമ്പളം നിശ്ചയിച്ചു കൊടുത്തു. അവിടുന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് ശമ്പളം കൂട്ടേണ്ടി വന്നപ്പോൾ ശമ്പളം കൂട്ടി.
ശമ്പളം കൂട്ടേണ്ടതെന്ന് ശമ്പളം കൂട്ടി ആവശ്യപ്പെടാം, ശമ്പളം മതിയാകണമെന്ന് ശമ്പളം ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഭാര്യസന്താനങ്ങളുള്ളവർ ഏതെങ്കിലും ആയിട്ട് ദൂർത്തടിക്കാനും പ്രൗഢിക്കും വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാനും ചലിക്കുന്ന കൊട്ടാരങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി കൂടുതൽ ശമ്പളം കിട്ടുക, കൂടുതൽ പണം സമ്പാദിക്കാനുള്ള മാർഗമായി ഇൽമിനെ എടുത്തുകൂടാ. ഇൽമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീൻ നശ്ർ ചെയ്യുക എന്ന സദുദ്ദേശത്തോടുകൂടി പഠിക്കണം. അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പോഴാണ് മാറ്റം ഉണ്ടാകണം. ഏതെങ്കിലും ആയിട്ട് ഇൽമ പഠിക്കുക എന്നതും ഇൽമ പഠിപ്പിക്കുക എന്നതും ദിക്റിൽപ്പെട്ടതാണ്. സ്വലാത്ത് ചെയ്യുക എന്നത് ദിക്റിൽപ്പെട്ടതാണ്. അതുപോലെ ദിക്ർ തസ്ബീഹ് ചെയ്യുക, തഹ്ലീൽ ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദിക്ർ നിയത്തിൽപ്പെട്ടതാകുന്നു. ഏത് ഇനത്തിൽപ്പെട്ടതായിരുന്നാലും ശരി, എന്താ പറഞ്ഞാൽ ദിക്ർ കൊണ്ട് നമ്മൾ ശുഖലാകണം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ദിക്ർ ചെയ്യാമല്ലോ. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഉദൻ വഅലാ ജുനൂബിഹിം എന്ന് ഖുർആൻ പറഞ്ഞു. നടന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് കിടന്നുകൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങളിലെന്ന് മുഅ്മിനീങ്ങളെ വിശുദ്ധ ഖുർആൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. മഹാന്മാരുടായ സഹാബത്തിൻ്റെ മുഖമുദ്രയായിരുന്നുവല്ലോ വാസ്തവത്തിൽ ദിക്ർ എന്ന് പറയുന്നത്. ദിക്ർ എന്ന് പറഞ്ഞ സഹാബത്ത് നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ കച്ചവടം ചെയ്യുമ്പോൾ ജോലി ചെയ്യുമ്പോൾ ഒക്കെ അവർ ദിക്റിൽ മുഴുകുമായിരുന്നു. ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു തആല അൻഹു, കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹു നേരത്തെ അദ്ദേഹം ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. ഇസ്ലാമിനെതിരിൽ മഹാനായ പ്രവാചകനെതിരിൽ കവിതകൾ രചിച്ച് പാടി അങ്ങനെ ഇസ്ലാമിനെ ഇകഴ്ത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു. പ്രവാചകനെ എഴുത്തിയ ആളായിരുന്നു അദ്ദേഹം. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അവസാനം മാനസാന്തരം വന്ന് ഇസ്ലാം മതം ആശ്ലേഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ബാനത സ്വാദി എന്ന് പറയുന്ന കവിതാ സമാഹാരവുമായി നബിതങ്ങൾ തിരുമുമ്പിലെത്തി ഇരുന്നു. അവിടുന്ന് പാടുകയാണ്. പാടുന്ന കൂട്ടത്തിൽ അദ്ദേഹം നബിതങ്ങളെ പ്രശംസിക്കുന്ന മുഖത കണ്ടം, പിന്നീട് സഹാബത്തിനെ പ്രശംസിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പാടുന്നു. വാസ്തവത്തിൽ മുസ്ലിമുകളുടെ ഇടയിലല്ല അദ്ദേഹമുള്ളത്, പുറത്തുനിന്ന് വന്ന ആളാണ്. പുറത്തുനിന്ന് വീക്ഷിച്ചപ്പോൾ മുസ്ലിമുകളുടെ മുഖമുദ്ര അദ്ദേഹം മനസ്സിലാക്കി. എന്താണ്? ഹുംജല്ലു അശ്ഗാലിഹിം ദിക്റും വതഹ്ലീലു ലില്ലാഹി ലൈസ ലഹും അൻദാക തഅലീലു. ഹുംജല്ലു അശ്ഗാലിഹിം ദിക്റും വതഹ്ലീലു ലില്ലാഹി ലൈസ ലഹും അൻദാക തഅലീലു. ഈ പ്രവാചകന് അനുയായികളുണ്ട്. ആ അനുയായികളുടെ അവസ്ഥ എന്തെന്നറിയുമോ? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ദിക്ർ ചെയ്യുക എന്നതാണ്, തഹ്ലീൽ ചെല്ലുക എന്നതാണ്. ലൈസ ലഹും അൻദാക തഅലീലു. അതിൽ നിന്ന് അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രതിബന്ധവും അവർക്കില്ല. നടത്തത്തിലും ഇരുത്തത്തിലും അതുപോലെ തന്നെ അവർ ഹന്തക്ക് കുഴിക്കുമ്പോഴും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും സക്കര കച്ചവടം ചെയ്യുമ്പോഴും എല്ലാപ്പോഴും ഒരു ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദിക്ർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഖിറത്തിൻ്റെ കാര്യം മാത്രമല്ല, ദുനിയാവിൻ്റെ കാര്യത്തിന് ഉപകരിക്കുന്നു. അതിന് മാസ്മരിക ശക്തിയുണ്ട്. ദിക്റിന് മാസ്മരിക ശക്തിയുണ്ട്. നമ്മുടെ രോഗം മാറ്റാൻ, നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ, അപകടങ്ങൾ നമ്മളെ രക്ഷിക്കാൻ എല്ലാം എന്നാണ് മാസ്മരിക ശക്തിയുള്ള സംഗതിയാണ് ദിക്ർ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദന അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊരു സംഭവം ഇമാം ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീൻ രേഖപ്പെടുത്തിയത് കാണാം. അദ്ദേഹം മദീനയിലെ പള്ളിയിൽ ശാന്തനായി ഇരിക്കുന്നു. അപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, യാ അബൂ ദർദാ ഖദ് തറക്കത് ദാറുക, ഓ അബൂ ദർദാ നിങ്ങളുടെ വീട്ടിനെ തീ പിടിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം പറയുന്നു, മാ കാന അല്ലാഹു ലിയഫ്അല ദാലിക, അല്ലാഹു അങ്ങനെ ചെയ്യുകയില്ല. ജനങ്ങൾ അത്ഭുതത്തിലായി. വീട്ടിനെ തീ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ യാതൊരു ചാഞ്ചല്യവുമില്ലാതെ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അങ്ങനെ ചെയ്യുകയില്ലെന്ന്. നേരം വൈകുന്നേരമായി തുടങ്ങി മറ്റൊരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, അബൂ ദർദാ നിങ്ങൾ വലിയ ഭാഗ്യവാനാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്ത് തീപിടുത്തമുണ്ടായി, നിങ്ങളുടെ വീട്ടിന് മാത്രം തീപിടിച്ചില്ല, നിങ്ങളുടെ വീട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, ലഖദ് അലിംതു ദാലിക മിൻ ഖബിൽ, അത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ വീട് തീപിടിച്ചിട്ടില്ലെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ, ഇത് ആദ്യത്തെ വാക്കും രണ്ടാമത്തെ വാക്കും കേട്ട കൂട്ടുകാർ പറഞ്ഞു, ലാ നദിരി അയ്യു കൗലൈക അഅ്ജബു, നിങ്ങളുടെ ഏത് വാക്കാണ് ഏറ്റവും കൗതുകകരമെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ആദ്യം പറഞ്ഞത് കൗതുകകരമാണ്, രണ്ടാമത് പറഞ്ഞതും കൗതുകകരമാണ്. വീട്ടിനെ തീപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അങ്ങനെ ചെയ്യുകയില്ല എന്ന് നിങ്ങൾ പ്രതികരിച്ചു. ഇപ്പോൾ വീട്ടിന് തീപിടിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അടിയാൻ മുൻകൂട്ടി മനസ്സിലാക്കി എന്ന് പറയുന്നു. അതുകൊണ്ട് ലാനെതിരെ കൗലൈക അഅ്ജബു, നിങ്ങളുടെ രണ്ട് വാക്കും അത്ഭുതകരമാണ്. ഏറ്റവും അത്ഭുതം ഏതെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ കൂട്ടുകാരെ, സ്നേഹിതന്മാരെ, നിങ്ങൾക്കറിയാമോ ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദിക്ർ ഞാൻ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ എൻ്റെ ദേഹത്തിലോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ സമ്പത്തിലോ ആപത്ത് വരികയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ വൈകുന്നേരം ചെയ്യുന്നുവെങ്കിൽ നേരം പോരുന്നത് വരെ എൻ്റെ കുടുംബത്തിലോ എൻ്റെ ദേഹത്തിലോ എൻ്റെ സമ്പത്തിലോ ആപത്ത് വരികയില്ലെന്ന് നബി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തീർത്ത് പറയാനുള്ള കാരണം, വല്ലപ്പോഴും എൻ്റെ സമ്പത്തിനോ എൻ്റെ കുടുംബത്തിനോ എനിക്കോ വല്ലാപട്ടം പണിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ദിക്കറ് മറന്നുപോയിട്ടുണ്ട്. മറന്ന ദിവസങ്ങളിൽ മാത്രമാണ് അപകടമുണ്ടായത്. ഇന്ന് ഒരിക്കലും ഞാൻ ദിക്കറ് മറന്നിട്ടില്ല. ദിക്കറ് ഞാൻ മനഃപൂർവ്വം ശരിയായ രീതിയിൽ ഞാൻ ദിക്കറ് ചൊല്ലിയാണ് വന്നത്. ആ ഉറപ്പ് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ദാർഢ്യവും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കട്ടിയും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രീതിയിലായിരിക്കണം നമ്മൾ ദിക്റ് അങ്ങനെയുള്ള ദാഖരീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ മുഖലിസിങ്ങളായ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ ആയുഷ്കാലത്തിലും ജീവിതത്തിലും അള്ളാഹു ബർക്കത്ത് തരുമാറാകട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ നാട്ടിലെ നാഴികക്കല്ലുകളായിരുന്ന മഹാന്മാരായ 3 പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട മേടപ്പ് ഷെയ്ഖ്ന മേടപ്പിൽ ബീരാങ്കോയ മുസ്ലിയാർ, സൈനുദ്ദീൻ മുസ്ലിയാർ ഷെയ്ഖ് സൈനുദ്ദീൻ മുസ്ലിയാർ അവറുകൾ, അതുപോലെ MKM കോയ മുസ്ലിയാർ അവറുകൾ ഒക്കെ ഈ നാട്ടിൽ നെടുന്തൂണുകളായിരുന്നു. അവരൊക്കെ മരണപ്പെട്ടു പോയി. അവരുടെ പേരിൽ ഒരു ഫാത്തിഹ